ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ചെയ്ത കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞ് അച്ഛനോട് അവിടെ ഷോറൂമിൽ ചെന്നിരിക്കാൻ നമ്മുടെ സച്ചി പറയാം, എല്ലാം അച്ഛനെ കൊടുത്തിട്ട് ഒന്നുമില്ലാതെ എൻ്റെ മോൻ തെരുവിലൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത് നിനക്ക് കാണണമല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര നേരത്തേക്കും ചാടി എഴുന്നേറ്റു. അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കണം, അതിന് വേണ്ടിയിട്ടല്ലേടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പം, അമ്മ മറ്റുള്ളവരുടെ വിഷമം കണ്ട് സന്തോഷിക്കുന്ന ആളല്ല സച്ചേട്ടൻ, അമ്മയുടെ മോൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് സച്ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് രേവതി പറയുമ്പോൾ, ഇവൻ ശ്രുതിയുടെ നല്ലതിന് വേണ്ടി പറയാൻ ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പരിഹസിക്കുന്നു. ഇത് കേട്ടപ്പം ഞാനെന്തോ വലിയ മുതലാളിയാണെന്നുള്ള ഭാവത്തിൽ അവൻ്റെ നടപ്പ് അഹങ്കാരം തലക്കി പിടിച്ചിട്ടേ അവന് കണ്ണുപോലും കാണുന്നില്ല. നേരെ ജോന് 3 കോടിയുടെ വീട് വാങ്ങാൻ നോക്കിയതും 30 ലക്ഷം രൂപ കള്ളൻ്റെ വായിക്കൊണ്ടുപോയി ഇട്ടതുവേ അതുകൊണ്ടാ. ഇനിയും അവൻ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാശ് ഇങ്ങനെ കൊണ്ടേ കളഞ്ഞ് ആരൊക്കെ അതുകൊണ്ട് നഷ്ടമെന്ന് സച്ചിൻ നേരം ചോദിച്ചു. എല്ലാം നിയന്ത്രിക്കാനേ അവൻ്റെ മുകളിൽ ഒരാളുണ്ടായാൽ അവൻ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, കാശും നഷ്ടമായി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് സച്ചി ചന്ദ്രയോടുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് സച്ചി പറഞ്ഞു, അച്ഛൻ വേഗം റെഡിയായി നമുക്ക് പോകാം അച്ഛൻ എന്നും പറഞ്ഞാൽ അച്ഛനെ നിർബന്ധിക്കുന്നു. അമ്മയോടും വരാൻ പറയാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും അവിടെ വേണം, അപ്പം ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് ചന്ദ്ര. അച്ഛൻ കടയിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നതെന്ന് സച്ചി പറയുമ്പം, സച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. ശ്രുതി മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്നിലേക്ക് എടുത്തിയാടി കാശ് കളഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അവൻ അറിയത്തില്ല. ഇവൻ പറഞ്ഞതുപോലെ ഒരു മേൽനോട്ടം ഉണ്ടാകുന്ന ഇതുകൊണ്ട് നല്ലത് തന്നെയാണെന്ന് അച്ഛനും പറഞ്ഞു. അല്ലെങ്കിലേ നമുക്ക് ആ കടയും കൈവിട്ട് പോകുമെന്ന് രവിയേട്ടൻ. അത് കേട്ടപ്പോൾ ചന്ദ്ര അന്തം വിട്ടിങ്ങനെ നിൽക്കാം. അപ്പം അങ്ങനെ സംഭവിച്ചാൽ നഷ്ടം വരുന്നതേ ശ്രുതിക്കായിരിക്കില്ല, നമുക്ക് തന്നെയാണെന്ന് ചന്ദ്രയോട് രവിയേട്ടൻ പറയാം. അതെ, നീ പെട്ടെന്ന് റെഡിയാകാൻ നോക്കി നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ചന്ദ്രയെ വിടാൻ നോക്കുന്നു. അപ്പോൾ ദേ അച്ഛൻ കടയിലേക്ക് പോകാനായിട്ട് റെഡിയാകാൻ പോയി കഴിയുമ്പം അച്ഛൻ കടയുടെ മുതലാളി. അപ്പോൾ പിന്നെ അമ്മയാരാ എന്ന് സച്ചി. അപ്പോൾ ഓണറുടെ ഭാര്യ എന്ന രവതി. അല്ലെന്നേ, ദേ അച്ഛൻ ഓണറായാലേ അമ്മയും ഓണറാണെന്ന് നമ്മുടെ സച്ചി അവിടെ നിന്ന് പറയണം. അച്ഛനുള്ളതെല്ലാം അമ്മയുടെയും കൂടി ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ചന്ദ്ര നോക്കുക കേട്ടോ, അത് ശരി തന്നെയാരേ എന്നും പറഞ്ഞോണ്ട് അപ്പോഴത്തേക്കും ഈ ചന്ദ്ര ഇരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പോൾ അത്രയും കാര്യം ആലോചിച്ചില്ല അശാത്തി. ഞാനെന്നാൽ പോയി റെഡിയായിട്ട് വരാം എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോകുമ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി അവിടെ നിൽക്കുക കേട്ടോ. ചന്ദ്ര അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അമ്മയെ സച്ചിയുടെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? പിന്നല്ലാതെ എൻ്റെ അമ്മയെ ഞാനല്ലാണ്ട് വേറെ ആര് പഠിക്കാനാണെന്ന് ചോദിച്ചു. നീ വേഗം പോയി റെഡിയായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ റെഡിയായിട്ട് നിൽക്കല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ശ്രീകാന്തിനെയും വർഷം വിളിച്ച് ഷോറൂമിലേക്ക് വരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ശരി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു രേവതി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ എല്ലാവരും റെഡിയായി ഷോറൂമിലേക്ക് പോകാൻ നോക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഷോറൂമിൽ ഇരുന്ന് ശ്രുതിയും കൂടി ഇരുന്ന് സംസാരിക്കുക. ആ ഒരു ഫോട്ടോ വെച്ചതുകൊണ്ടാണ് തൻ്റെ 30 ലക്ഷം രൂപ പോയതെന്നും പറഞ്ഞു. അങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ദേ ആ ഫോട്ടോ ഞാനെടുത്ത് മാറ്റിയെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കൊള്ളാം, നല്ല ബിസിനസ് ചെയ്ത് കുറച്ച് കാശുണ്ടാക്കാൻ നോക്കാൻ പറയുകയാണ് ശ്രുതി. അപ്പോൾ അല്ല, ഇപ്പോൾ ഏതായാലും ഫെസ്റ്റിവൽ ടൈമൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ പിന്നെ എന്തായാലും നല്ല ബിസിനസ് നടക്കുമെന്ന് ഉറപ്പാണെന്നും അതുകൊണ്ട് ഇവിടെ ഫോട്ടോയും കനരമയും ഒന്നും വേണ്ട, മന്ത്രവാദം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇരിക്കുമ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും വർത്തമാനമൊക്കെ പറഞ്ഞ് ഷോറൂമിലേക്ക് കയറി വരിക. ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു. എന്താ രണ്ടുപേരും വന്നേ, എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിച്ചു. വേണ്ടേ ചേച്ചി, പെട്ടെന്ന് ഷോറൂമിൽ എത്തണമെന്ന് രേവതി ചേച്ചി പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വന്നതാ. എന്താ കാര്യമെന്ന് ശ്രുതി ചോദിച്ചു. അല്ല എന്താ കാര്യം അറിയത്തില്ല, സച്ചേട്ടൻ പറഞ്ഞിട്ടാ ചേച്ചി വിളിച്ചതെന്ന് പറയുമ്പം സച്ചി പറഞ്ഞിട്ടോ എന്തായിരിക്കും അത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കട്ടോ. ഇപ്പം എന്തായിരിക്കും ശ്രുതി, എന്താ കാര്യമെന്ന് ശ്രുതി പതുക്കെ ചോദിക്കുക. അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും രേവതിയും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഏതായാലും നിങ്ങളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് വരാൻ പറഞ്ഞായിരിക്കും. എന്തായാലും നിങ്ങളിവിടെ വന്ന സ്ഥിതിക്കായി ഏതെങ്കിലും പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് പോകും, കമ്പനി വിലയ്ക്ക് ഡിസ്കൗണ്ടിൽ തന്നേക്കാം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രീകാന്തിനോട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും എല്ലാവരും വന്നു. എല്ലാവരും ഉണ്ടല്ലോ, എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. പറയാട്ടാ, നീയേ ആദ്യം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ പറഞ്ഞു സച്ചി ശ്രുതിയോട്. എന്തിന്, ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞിരിക്കാം. നീ എന്താണോ ഒന്നും അറിയാത്തതുപോലെ എന്ന് സച്ചി ചോദിച്ചു. നേരത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലേ, ഇനി മുതൽ അച്ഛനാണ് ഈ കടയുടെ ഓണറെന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അപ്പം ഇത് നടക്കില്ലെന്നാണ് രണ്ടും വിചാരിച്ചത്. പക്ഷേ സച്ചി കൈയോടെ പൊക്കി എന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ്. പറഞ്ഞു നിൽക്കുന്നത് മനസ്സിലായില്ലേ, കാസേരയിൽ നിന്ന് എഴുന്നേക്കടാ ഇങ്ങോട്ട്, അച്ഛനാ ഓണർ, നീ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണെന്ന കാര്യം പറഞ്ഞു. വെറും ജോലിക്കാരനോ? അതെ, വേണമെങ്കിലേ ഒരു മാനേജർ പോസ്റ്റ് വേണമെങ്കിൽ തന്നേക്കാവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രുതി. എടാ സച്ചി, എനിക്കങ്ങനെ കസേരയിൽ കയറിയിരിക്കണമെന്നൊന്നുമില്ല, നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്ന, എനിക്കെന്തോ പോലെ തോന്നുന്നു, ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അച്ഛാ ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ അച്ഛാ, അച്ഛൻ്റെ കാശ് കൊണ്ട് വാങ്ങിച്ച കടയത്, അച്ഛനെ കസേരയിലോട്ട് ഇരിക്കേ
ഇരിക്കച്ചാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. അപ്പോൾ ഇരിക്കച്ചാന്ന് പറഞ്ഞ് രേവതി. ഞാൻ എഴുന്നേക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു സുധി. നീ എന്താണ് എഴുന്നേക്കാത്ത? കസേരയിൽ ഒട്ടിച്ചു വെച്ചേക്കൊണ്ടോടാ നിന്നെ, എഴുന്നേക്കടാന്ന് പറഞ്ഞു സച്ചി. ഞാൻ എഴുന്നേക്കത്തില്ല അച്ഛൻ, രാകാലത്തിന് 5 മിനിറ്റും കൂടെ ഉള്ളൂ. എടാ എഴുന്നേക്കടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുധിയെ വലിച്ചു പൊക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ഇങ്ങോട്ട് വാടാ, വന്ന് നോക്കടാ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. എല്ലാവരും കൈ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൈ അടിച്ചു. ചന്ദ്രമതി അവിടെ ഇങ്ങനെ ആക്കിയ ചിരിയും ചിരിച്ച് കൈ അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതിയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നീ എന്താണ് കൈ അടിക്കാത്തതെന്ന് ചോദിച്ചു സച്ചി. അടിക്കടാ കൈ എന്നും പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് സച്ചിയും കൈ അടിപ്പിച്ചു. അപ്പോൾ രേവതി എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സ്വീറ്റ്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ഇങ്ങനെ ഇരിക്കുക. അപ്പം അമ്മ കഴിക്കാൻ പറഞ്ഞു. അമ്മയ്ക്കും രേവതി കൊടുത്തു. ആ സമയത്ത് ശ്രുതിക്ക് കൊടുത്തപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് ശ്രുതി. അപ്പോൾ എടാ വടാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചു. പോണെങ്കിൽ പോട്ടെ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ സാറ്, അതായത് അഭിലാഷ് സാർ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ സുധി എന്തിയാന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ ദേ അഭിലാഷ് സാർ വരുന്നു, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, അച്ഛനും അമ്മയും സച്ചിയും എല്ലാവരും. അപ്പോഴേക്കും മാറി ഇക്കടെ അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിലാഷ് സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വരട്ടെ, അതിനിപ്പോൾ എന്താണ് കുഴപ്പം? അതിനിപ്പോൾ എന്താണെന്നോ അച്ഛാ, ഒന്ന് എഴുന്നേക്കച്ചാ. അപ്പോൾ എന്താ ഇത്, നീ എന്നാടേ കാണിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അഭിലാഷ് സാർ അങ്ങോട്ടേക്ക് വന്നു. ഇവരെല്ലാവരെയും കൂടെ കണ്ടു. ഇതെന്താ സുധി, എല്ലാവരും ഉണ്ടല്ലോ, ഫാമിലി മൊത്തം എന്താ വന്നത് എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ കടയിലേക്ക് എല്ലാവരും കൂടെ വെറുതെ വന്നത്. സാറ് ഇതെപ്പോൾ വന്നു? ഞാൻ രാവിലെ മോർണിംഗ് തന്നെ എത്തിയെന്ന് അഭിലാഷ് സാറ്. എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ടൊന്ന് വന്നതേ ഉള്ളൂ എന്ന് അച്ഛൻ ഇങ്ങനെ നേരെ അഭിലാഷ് സാറിനോട് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നേരത്തേക്ക് നമ്മുടെ സുധിമൻ എല്ലാവരും ലഡുവൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേക്കും സുധിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. സുധിയുടെ ഫോണിലേക്ക് കോള് വന്നപ്പോൾ സുധി കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ, ആരാണെങ്കിലും പിന്നെ വിളിക്കുക, ഞാനൊരു കോൺഫറൻസിലാണ്. വേറെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീ ഫോൺ എടുക്കുമല്ലേ? ഈ വിളിക്കുന്നത് സബ് ഡീലർ ആണെന്നൊക്കെ പറഞ്ഞ് ഞാനേ നിന്റെ ഷോറൂമിൻ്റെ പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം കടയുടെ പുറത്തോ? എൻ്റെ ദൈവമേ, വന്നോ? നിങ്ങൾ അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ടേക്ക് വരുവാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അഭിലാഷ് സാറ് കണ്ടല്ലോ, പ്രശ്നമല്ലോ ദൈവമേ. സാറേ ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അന്നേരം പുറത്തേക്ക് പോകണു. സാർ ഇങ്ങനെ ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. സുധി പുറത്തിറങ്ങി കഴിഞ്ഞപ്പം നിന്നെ ഫോൺ വിളിച്ചാൽ നീ എടുക്കില്ലല്ലോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അതുപോലെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി സാർ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തോന്ന് ബിസി, ഞങ്ങളുടെ ആരുടെ ഫോൺ നീ എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഭിലാഷ് സാർ അങ്ങോട്ടേക്ക് വന്നു. അല്ല അത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. താൻ വെറുതെ ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത് കേട്ടോ, ലക്ഷങ്ങളല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്നൊക്കെ ചോദിച്ചു. അതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം സാർ. സുധി വരാം. അപ്പോൾ എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിലാഷ് സാറ് എന്താ പ്രശ്നം എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു, പക്ഷേ സാധനങ്ങളൊന്നും അയച്ചിട്ടില്ല. ഞാൻ അയക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു എന്ന് സാറിനോട് ഇവർ പറയുന്നു. വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല സാർ എന്നും പറഞ്ഞു. അപ്പോൾ ഈ സാർ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും സച്ചിയും ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പണി പോയി എന്ന് മനസ്സിലായി. ഞങ്ങളോട് മാത്രമല്ല വേറെ സബ് ഡീലേഴ്സിനോടും ഇവനിങ്ങനെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാര്യം പറഞ്ഞു. ഇവൻ പ്രോഡക്റ്റ്സ് ഒന്നും അയച്ചു തന്നിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ സാറിൻ്റെ കമ്പനി പ്രോഡക്റ്റ്സ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി അത് എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ജപ്പാനിൽ നിന്ന് പ്രോഡക്റ്റ്സ് വരാൻ കുറച്ച് വൈകി. സുധിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല കേട്ടോ എന്നും ഒരു 2 or 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല സാർ, സുധിയും ഞങ്ങളോട് ഈ കാര്യം ഫോൺ എടുത്തൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഭിലാഷ് സാർ ഇങ്ങനെ നോക്കുവാണ് സുധിയെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അഡ്വാൻസ് വാങ്ങി അന്ന് മുതലേ സുധി കോൾ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. സുധി ഫോൺ എടുക്കാതിരുന്നത് തെറ്റ് തന്നെയാണെന്നും പിന്നെ നിങ്ങൾ ചെന്നോ, പ്രോഡക്റ്റ്സ് ഞാൻ അയച്ചു തന്നേക്കാവെന്ന് അദ്ദേഹം പറയണം. താങ്ക് യു പറഞ്ഞ് അവരങ്ങ് പോയി. അപ്പോൾ ഞാനറിയാതെ ഡീലേഴ്സിനോട് മുന്നേറെ കാശ് വാങ്ങിയല്ലേ എന്ന് അഭിലാഷ് സാറ് ചോദിക്കാം. ആ കാശ് കമ്പനിയിലേക്ക് അയച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുധി പെട്ട് നിൽക്കും. എല്ലാവരും നോക്കുക. ക്യാഷ് അയച്ചിരുന്നെങ്കിൽ കമ്പനി പ്രോഡക്റ്റ്സ് അയക്കുമായിരുന്നല്ലോ, താൻ എന്തുവാടേ കാണിച്ചേ എന്നൊക്കെ അഭിലാഷ് സാറ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. സുധി എന്തുകൊണ്ടാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാതിരുന്നത് ചോദിക്കുമ്പം അത് പിന്നെ സാർ അത് അപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ ഓടി ചെന്നിട്ട് സാർ എന്നും പറഞ്ഞ് സുധിയെ രക്ഷിക്കാൻ ശ്രമിക്കാം. അല്ല സാർ, അതൊരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വീട്? അപ്പം സച്ചി അത് പിന്നെ സാർ ചെറിയൊരു വീടൊന്നുമല്ല, ഒരു ബംഗ്ലാവ് മേടിക്കാൻ വേണ്ടി ഇവൻ പ്ലാൻ ഇട്ടതെന്നുള്ള കാര്യം സച്ചി പറയുന്നു സാറിനോട്. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ അഭിലാഷ് സാറിനോട് ഉള്ളതുപോലെ പറയാം. അപ്പോൾ അങ്ങനെ ഇവൻ്റെ 30 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. 3 കോടിയുടെ വീട്. സുധി താൻ ഇപ്പോഴല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അത് ഡെവലപ്പായി വരുന്നതല്ലേ ഉള്ളൂ, പിന്നെ താൻ എന്ത് മണ്ടത്തരമൊക്കെയാണോ ഈ കാണിക്കുന്നത്? ഞാനൊക്കെ ബിസിനസ് ആരംഭിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഫ്ലാറ്റ് പോലും വാങ്ങിച്ചത്, അതും ഒരു നോർമൽ ഫ്ലാറ്റ് എന്ന് ആ സാറ് സുധിയോട് പറയാം. കയ്യിൽ കാശ് വന്നിട്ട് പോരെ വീട് വാങ്ങിക്കുന്നതൊക്കെ എന്നാ സാറ് ചോദിച്ചു.
അപ്പോഴേക്ക് സുധി ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുക. പണി പോയെന്ന് മനസ്സിലായി. സബ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സുധിയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലേന്നും കമ്പനിയിലേക്ക് കാശ് അയച്ചില്ലല്ലേന്നും അദ്ദേഹം ചോദിക്കാം. കള്ളത്തരമല്ലേ ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ സച്ചി, സാർ അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി, ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാശ് വാങ്ങി മുങ്ങിയവനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി കാശ് തിരികെ വാങ്ങുമെന്നും ഡീലർമാരിൽ നിന്ന് വാങ്ങിയ കാശ് ഉടനെ തന്നെ കമ്പനിയിലേക്ക് അയച്ചോളാം സാറെന്ന് സച്ചി പറഞ്ഞു. ബിസിനസ്സിൽ കള്ളത്തരം കാണിച്ച് ഞാൻ ക്ഷമിക്കില്ല, അതിനുള്ള പനിഷ്മെൻറ്റ് ഞാൻ കൊടുത്തിരിക്കുമെന്നും അദ്ദേഹം പറയാം. അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ എന്നും പറഞ്ഞു. അന്നേരം അച്ഛ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സച്ചി. അയ്യോ സാറെന്നും പറഞ്ഞു സുധിക്ക് നൽകിയ ഡീലർഷിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അയ്യോ സാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും സച്ചിയും അച്ഛനും കൂടി അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം സാറെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്യല്ലേ സാറെന്ന് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു. സാർ പ്ലീസ് സാർ, ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ശരി, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത്തവണ ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞു. എടോ സുധി, ഈ ഫാമിലിയുടെ ഒരു ഗുണവും തനിക്ക് കിട്ടിയില്ലല്ലോ എന്നും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ലായിരുന്നു എന്നും അദ്ദേഹം പറയാം. തൻ്റെ അച്ഛനും സച്ചിയും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ സുധിയുടെ ഡീലർഷിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയത്. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇനി ഇത് ആവർത്തിച്ചേക്കരുത്. ആവർത്തിച്ചാൽ പിന്നെ സുധി ബിസിനസ് ചെയ്യില്ല എന്ന് അദ്ദേഹം സുധിയോട് പറഞ്ഞു. എൻ്റെ കമ്പനിയിൽ മാത്രമല്ല ഒരു കമ്പനിയും സുധിക്ക് വിൽക്കാനായി പ്രൊഡക്ട്സ് തരില്ല എന്ന് അദ്ദേഹം തീർപ്പാക്കി പറഞ്ഞു. ഞാൻ വിചാരിച്ചാലേ അത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും അച്ഛനും സച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ശ്രുതി പേടിച്ച് നിൽക്കുക. സോറി സാർ, ഇനി ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല സാർ. അപ്പം ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാൽ സുധിക്ക് തന്നെ നല്ലതെന്നും പറഞ്ഞ് അദ്ദേഹം യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുധി ഇങ്ങനെ ആകെ വെളുത്ത് അവിടെ അങ്ങനെ നിൽക്കുക. അച്ഛനും സച്ചിയും ഒരു നോട്ടം ഇവനെ അങ്ങ് നോക്കി. അവരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതി അന്നേരത്തേക്ക് ഈശോ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ട്, ഭയങ്കര ഇത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വീട്ടിൽ പിന്നെ ഒത്തുകൂടുക. വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് രേവതിയും സച്ചിയും കൂടെ വന്നു. അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക. അപ്പം നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? കടയിലോട്ട് പോടാന്ന് പറഞ്ഞു സച്ചി. തോന്നിയ സമയത്ത് പോകാനും വരാൻ നീ എന്താ മുതലാളി, നീ ഒരു തൊഴിലാളി അത്രേ ഉള്ളൂ എന്ന് സച്ചി സുധിയെ കണ്ടപ്പോൾ പറഞ്ഞു. നീ ചെന്ന് ജോലി ചെയ്യാനും പറഞ്ഞു. ഇല്ല നിന്റെ അച്ഛൻ ശമ്പളം തരില്ല എന്ന് പറഞ്ഞു. നിർത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വലിയ ആളാവുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീയാണെന്ന് ചന്ദ്ര അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അന്തം വിട്ട് നോക്കണം. നീ നിന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയി ഈ കൂത്ത് നടത്തിയില്ലായിരുന്നെങ്കിൽ അഭിലാഷ് സാറിന്റെ മുന്നിൽ സുധി അപമാനിക്കപ്പെടില്ലായിരുന്നു എന്ന് ചന്ദ്ര. ഇവൻ അപമാനിക്കപ്പെട്ടെങ്കിലേ അതിന് കാരണം ഇവൻ തന്നെയാണ്, അല്ലാണ്ട് ഞാനല്ല എന്ന് സച്ചി അന്നേരം ചന്ദ്രയോട് പറഞ്ഞു. കാശ് വാങ്ങിയിട്ട് സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ശ്രീകാന്തും പറഞ്ഞു. എടാ സാധനങ്ങളൊക്കെ വരാൻ ലേറ്റ് ആയതാ പ്രശ്നം, വന്ന ഉടനെ ഞാൻ അവർക്ക് കൊടുക്കത്തില്ലേന്ന് ചോദിച്ചു. എല്ലാത്തിനും പിന്നെ ഇവനൊരു കാരണം ഉണ്ടല്ലോ എന്ന് സച്ചി. അമ്മ ഇതൊക്കെ ഇവൻ്റെ പ്ലാനാ, ഇവൻ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് സുധി. അല്ലെങ്കിൽ അഭിലാഷ് സാറ് എങ്ങനെ പെട്ടെന്ന് അവിടെ വന്നു, ഇവൻ വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തെ എന്നൊക്കെ പറയുമ്പം എടാ നിന്റെ അച്ഛൻ തന്നെ എൻ്റെ അച്ഛൻ, പക്ഷെ നീയല്ല ഞാൻ. നിന്നെ പോലെ കുബുദ്ധി എനിക്കില്ല എന്ന് സച്ചി. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യവും എനിക്കില്ല എന്ന് പറഞ്ഞു. എടാ ഇത് നിന്റെ പ്ലാൻ തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ വളരുന്നതിലുള്ള അസൂയ എന്നെ അപമാനിക്കാൻ, എന്നെ ഒന്നും അല്ലാതാക്കണം, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നീ എൻ്റെ കാല് വാരിയതെന്ന് സുധി പറയുമ്പം കാല് വാരാനോ? നിങ്ങളോട് എന്തിനാ സച്ചേട്ടൻ അസൂയപ്പെടുന്നതെന്ന് ചോദിച്ചു രേവതി. അതിന് മാത്രം നിങ്ങൾക്ക് എന്താ ഉള്ളതെന്നും രേവതി ചോദിച്ചു. എന്താ ഉള്ളതെന്നോ എന്ന് ചോദിച്ചു സുധി. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെയാണ്, എന്തിനാ വെറുതെ സച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. നിങ്ങളെപ്പോലെ അല്ല ഇദ്ദേഹം, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാനും രേവതി പറയുന്നു. ഞങ്ങളെപ്പോലെ അല്ല സച്ചി എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളെന്താ മോശക്കാരാണോ എന്ന് ശ്രുതി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, കള്ളത്തരം കാണിച്ചതിൻ്റെ ശിക്ഷ ഇപ്പം അനുഭവിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് സച്ചി അന്നേരം ശ്രുതിയോട് ചോദിച്ചു. വലിയ ആൾ കളിക്കാൻ പോയതാ, അതവിടെയും ചീറ്റിപ്പോയി. ചേച്ചി പറഞ്ഞത് കറക്റ്റാ, നിങ്ങൾ രണ്ടുപേരും ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമിട്ടതെന്ന് വർഷയും പറഞ്ഞു. വേറെ എന്താ ആവശ്യത്തിന് വന്നപ്പോൾ ഷോറൂമിൽ കയറിയതെന്ന് അഭിലാഷ് സാറ് തന്നെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെന്തിനാ സച്ചേട്ടനെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞെന്ന് വർഷ ചോദിക്കുമ്പം ഇത്രയും നാൾ കടയിൽ വരാത്ത ഒരാൾ പെട്ടെന്ന് കടയിൽ വന്ന് കയറിയ പിന്നെ ഡൗട്ട് അടിക്കത്തില്ലേ എന്നായി മോളുടെ സംശയം. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ, അവർക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി നിങ്ങൾ അപമാനിക്കേണ്ട ആവശ്യമൊന്നും സച്ചേട്ടനില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു. ആവശ്യമില്ലാതെ സച്ചേട്ടനെ പറ്റി ഓരോന്ന് പറഞ്ഞോണ്ടല്ലോ എന്ന് രേവതി പറയുമ്പം എടി നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് ഉറഞ്ഞുതുള്ളുന്നതെന്ന് രേവതിയോട് ചന്ദ്ര. മുതലാളിയാണെന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ എവിടെ കൊണ്ട് ഇരുത്തിയത് എന്തിനാണെന്ന് ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാടിയെന്ന് ചന്ദ്ര. അച്ഛൻ നീ കടയിൽ വന്നില്ലായിരുന്നെങ്കിലേ അഭിലാഷ് സാർ ഇദ്ദേഹത്തിൻ്റെ ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്തേനെന്നും
പിന്നെ അച്ഛനെ സച്ചേട്ടനെ ഈ കുടുംബത്തെ ഓർത്ത അദ്ദേഹം അത് ചെയ്യാതിരുന്നതൊന്നും രേവതി പറഞ്ഞ് ചന്ദ്രയുടെ വായടപ്പിക്കുക. അപ്പോൾ പിന്നെ ഒന്നും മിണ്ടാനില്ല. അപ്പോൾ കറക്റ്റ് രേവതി ചേച്ചി പറഞ്ഞത് അന്ന് ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടി സുധിയേട്ടൻ നമ്മളെയൊക്കെ റിച്ച് ആണെന്ന് കള്ളം പറഞ്ഞു. എന്നാൽ സച്ചേട്ടൻ അന്ന് അദ്ദേഹത്തിനോട് സത്യം പറഞ്ഞു. സച്ചേട്ടൻ്റെ സത്യസന്ധത കണ്ടിട്ടാ അന്ന് അഭിലാഷ് സാറ് ഇദ്ദേഹത്തിന് ഡീലർഷിപ്പ് കൊടുത്തത്. ആ സച്ചേട്ടൻ നിങ്ങളെ അപമാനിക്കാൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കഷ്ടം തന്നെയാണെന്ന് വർഷ. അപ്പോൾ അതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതൊന്നും സുധിയേട്ടന് മനസ്സിലാവത്തില്ല. പക്ഷേ സുധിയേട്ടൻ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടും. അതാണല്ലോ പണ്ട് തൊട്ടുള്ള ശീലമെന്ന് ശ്രീകാന്ത് പറയുമ്പം മതി നിർത്താൻ പറഞ്ഞു അച്ഛൻ. എന്തായാലും അഭിലാഷ് സാറ് ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഈ തർക്കമൊക്കെ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആരും ഇവിടെ ഒന്നും മിണ്ടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. മനസ്സിലായല്ലോ എന്നും പറഞ്ഞിങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ബാക്കിയെല്ലാം ഇട്ടേക്കാൻ പറഞ്ഞു. സുധിയുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ വാങ്ങി പോയ ആളെ പിടിക്കാൻ നോക്കുക. അയാൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് രവിയേട്ടൻ്റെ തീർപ്പ്. പിന്നെ പൈസ അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകും, മനസ്സിലായല്ലോ, അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങ് പോയി. ആ സമയത്ത് മര്യാദയ്ക്ക് പൈസ എടുത്ത് ഇവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നാൽ ഇവള് ഇവനൊക്കെ വായ അടയ്ക്കുള്ളൂ എന്ന് ചന്ദ്ര. അതും ശ്രുതിയുടെ നേരെയാ വരുന്നേ. അതെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ ശ്രുതി ക്യാഷിന് വേണ്ടി വിളിക്കാൻ പറഞ്ഞ ആളെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല ആൻറ്റി, ഞാൻ വിളിക്കാം. ഇന്നും നാളെ എന്നൊക്കെ പറഞ്ഞ് സമയം കളയും, കാശ് പെട്ടെന്ന് കിട്ടണം, പറഞ്ഞ് മനസ്സിലായോ നിനക്ക്? അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ചന്ദ്ര ഇരിക്കുമ്പം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അവരിങ്ങനെ ശ്രുതിയെ തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. ആരും മിസ് ചെയ്ത് കളയില്ലല്ലോ. എല്ലാവർക്കും ടാറ്റാ, സേ ക്യാൻ ടേക്ക് കെയർ, ബൈ ബൈ.